ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഈ പുലർച്ചെ എവിടെയാണെന്ന് എനിക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഈ സ്റ്റേജും ഇതൊക്കെ കാണുമ്പോൾ. അപ്പൊ നമ്മൾ ഇന്ന് മലപ്പുറം മാരത്തോണിൽ പങ്കെടുക്കാൻ വന്നതാണ് കേട്ടോ. മലപ്പുറം കിഴക്കേത്തലയിലാണ് കേട്ടോ മാരത്തോൺ പങ്കെടുക്കേണ്ട ഗ്രൗണ്ട്. അപ്പൊ അതാ നമ്മളെ വീടിന്റെ അടുത്തുള്ള ആളാണ് കേട്ടോ. അപ്പൊ ഞങ്ങളോട് സംസാരിക്കാൻ കേട്ടോ, വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമ്മളുടെ ടൈമുകളും. മോന് ഇതിന്റെ ഒരാളാണ് കേട്ടോ, ഇതിന്റെ ഒരു ക്യാപ്റ്റനാണ് കേട്ടോ അവന്. അപ്പൊ നമ്മളോട് സംസാരിക്കണ്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇതാ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഓടാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാ ഇവിടെ ഈ അമ്മ നിൽക്കണുണ്ടോ, ഈ അമ്മക്ക് 68 വയസ്സുണ്ട് കേട്ടോ. അമ്മയൊക്കെ ഓടാൻ തയ്യാറായിട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് തണുപ്പിനൊക്കെ എണീറ്റ് വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവായിട്ടോ ഫീൽ ചെയ്യാം. എനിക്കൊക്കെ അങ്ങനെ കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. രാവിലെ നമ്മളിതാ വീട്ടിൽ നിന്ന് 4 മണിക്ക് എണീക്കുക, 5 മണിയാകുമ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിലെത്തുക. അപ്പൊ നമുക്ക് നല്ല നെഗറ്റീവായിട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ എത്തുന്നതോട് കൂടി നമ്മൾക്ക് പോസിറ്റീവായി മാറും കേട്ടോ. നമ്മളെല്ലാവരും ഇവിടുത്തെ ഈ ആളുകളും പിന്നെ നമ്മുടെ ഈ എക്സസൈസ് ചെയ്യണതും പിന്നെ ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടോ. നമ്മൾ പോസിറ്റീവാക്കി മാറ്റും നമ്മൾ ഈ എക്സസൈസ് കാണിച്ചു തരുന്ന കുട്ടികളാണ് കേട്ടോ. ഇവർ കൊച്ചിയിലുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് 10 കിലോമീറ്ററിൻ്റെതാണ് കേട്ടോ. അപ്പൊ ഞാനിത് അവിടെ നിന്ന് ഇതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യണത്, ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ നോക്കണത്. ഇവിടെ ഒരുപാട് അമ്മമാരും ഉമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ മാരത്തോണിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ഇതൊക്കെ നല്ല പോസിറ്റീവായിട്ടോ. ഇവിടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടോ ഇതൊക്കെ നല്ല എനർജിയോട് കൂടിയാട്ടോ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു നോക്കിട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവാക്കി മാറ്റുന്നത് ഇവരാണ് കേട്ടോ. ഈ സ്റ്റേജിൽ ഇവര് എക്സസൈസും ഡാൻസും ഒക്കെ നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത് ഇവരാണ് കേട്ടോ നമ്മളെ. അപ്പൊ ഇത് 10 കിലോമീറ്ററിന്റെ ആണ് കേട്ടോ ഈ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ടോ. അപ്പൊ ഇനി അടുത്തത് ഒരു ഓടാനുള്ള പദ്ധതിയിലാണ് കേട്ടോ അവിടെ. നമ്മൾ കൂടുതലൊന്നും ഓടുന്നില്ലല്ലോ. അപ്പൊ ഇതിന് നമ്മൾ ഓടാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇവർ ഈ എക്സസൈസും നമ്മുടെ ശരീരം ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എക്സസൈസുകളും കാണിച്ചു തന്നിട്ടാട്ടോ നമ്മൾ ഓടുന്നത്. അപ്പൊ ഇവരുടെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിട്ടോ. ഇവരെല്ലാരും നല്ല ഓട്ടങ്ങളാണ് കേട്ടോ. ഓടിക്കോളി മക്കളെ, ഓടിക്കോളി. അടുത്ത് നമ്മളുടെ എക്സസൈസ് കണ്ടോ നമ്മൾ വരുന്നത്. ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാഴ്ചകൾ ഓടാനും. നമ്മൾ എന്താ ചോദിച്ചാല് നമ്മൾ ഓടിനേക്കാളും ആളുകളാണ് കേട്ടോ ഇത് കണ്ടു നിൽക്കാൻ. രാവിലെ ഈ റോഡിന്റെ 2 ഭാഗങ്ങൾ 2 സൈഡുകളിലും നിറയെ ആളുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളിതിൽ പങ്കെടുക്കുക അങ്ങനെയാണ് കേട്ടോ ചിന്തിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നും ആരും ഇതിൽ ചിന്തിച്ചിട്ടല്ല കേട്ടോ വരുന്നത്. അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളുടെ ഫാമിലി കേട്ടോ. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവരുടെ കൂടെ ഇവരെ നല്ല പരിചയപ്പെട്ടിട്ടോ. ഇവര് നല്ല സ്നേഹമുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ നല്ല പരിചയപ്പെട്ടു. ഞങ്ങളുടെ കൂടെ വീഡിയോസും ഒക്കെ എടുക്കാൻ വന്നിട്ടോ ഇവര്. ഇനി നമുക്കുള്ള എക്സസൈസ് ആണ്ടോ. ഇനി അടുത്തതാണ്ടോ നമ്മളുടെ ഓട്ടം. ഇതിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. 5 കിലോമീറ്ററിൽ ഒരുപാട് ആളുകളുണ്ട്, 3 കിലോമീറ്റർ ഒരുപാട് ആളുകളുണ്ട്, 10 കിലോമീറ്റർ ആളുകളുണ്ട്, 21 കിലോമീറ്റർ ആളുകളുണ്ട് കേട്ടോ. അപ്പൊ ഇവരെല്ലാരെയും ഓരോ ആളുകളെയും ഇവര് നല്ല പ്രോത്സാഹിപ്പിച്ചിട്ടാണോ നമ്മളുടെ ഈ പോസിറ്റീവിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മള് അമ്മമാരും അച്ഛന്മാരും ഉപ്പമാരും ഉമ്മമാരൊക്കെ ഓടുന്ന കണ്ടാൽ നമ്മളൊന്നല്ല കേട്ടോ ഇവിടെ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ
നമ്മളൊന്ന് ഇങ്ങനെ ആക്റ്റീവ് ആകുക, നമ്മളൊരു സന്തോഷങ്ങൾ ഇങ്ങനെ കണ്ടെത്തുക. നമ്മളെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കട്ടോ. എല്ലാവർക്കും നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്തട്ടോ ഇതിൽ. ഇതിൻ്റെ എനർജിയും നമ്മളുടെ പോസിറ്റീവും നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന നെഗറ്റീവും അപ്പം ഇവിടെ വന്നെത്തിയിട്ടുള്ള പോസിറ്റീവുകളൊക്കെയാണ് നമ്മളിവിടെ കണ്ടെത്തുക. അപ്പം ഞങ്ങൾ ഇനി അടുത്ത് നമ്മുടെ ഓട്ട മത്സരത്തിലേക്കാണോ നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഓടാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ഉണ്ട് കേട്ടോ. നമ്മൾ നമ്മൾ എടുത്തത് ഫിനിഷ് ആക്കുക, അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നമ്മളെ മലപ്പുറത്ത് കിഴക്കേത്തലയിലാണ് കേട്ടോ ഈ മാരത്തൺ ഗ്രൗണ്ട് ഉള്ളത്. മലപ്പുറം മാരത്തോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടോ. ഞങ്ങളിപ്പോ ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിന് ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നടക്കണോലുണ്ട്, ഓടണോലുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നടക്കണോലും ഓടിട്ടോ, എല്ലാരും ഓടി നമ്മൾ ഇത് ഫിനിഷ് ആകൂട്ടോ. ഇതിന് നമ്മൾ കണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മുടെ കൂടെ ആംബുലൻസും പിന്നെ ആളുകളും എല്ലാ സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത് എല്ലാരും. ഞാനും മോളൊക്കെ തന്നെ ഇപ്പൊ ഇങ്ങനെ നടന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്രണ്ടിക്ക് എത്തുട്ടാ. അപ്പൊ നമുക്കിത് ക്ഷീണിച്ച് വരുമ്പോ ഇവിടെ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫ്രൂട്ട്സും നല്ല ലൈമും വെള്ളവും എല്ലാം അതുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ക്ഷീണിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ പോണ വഴികളിലൂടെയൊക്കെ നമുക്കിത് തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. വീണ്ടും നമ്മൾ ഓടിയിട്ട് കിഴക്കേത്തലയിലാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം എത്താറായിട്ട് കേട്ടോ. ഉപ്പാരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓടി വന്നിട്ട്. അപ്പൊ ഞാനും മോളൊക്കെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കട്ടോ. ഹസ്ബൻഡ് ബാക്കിൽ എത്തിട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്തെന്ന് ഞങ്ങൾ ഫ്രണ്ടിലെത്തി, ഹസ്ബൻഡ് ബാക്കിൽ എത്തിട്ടോ. അപ്പൊ ഇനി നമ്മളെ ചടങ്ങുകളാണ്ടോ. നമുക്കിതാ ഓടി വന്നുള്ള മൊമെന്റോ പിന്നെ ഇതാ നമ്മളുടെ നമുക്കുള്ള ഗിഫ്റ്റുകളൊക്കെ ഉണ്ടോ ഇനി. അപ്പൊ മോളുടെ മൊമെന്റോ ആണ്ടോ അത്. ഇനി നമ്മളിതാ ഓടി വന്നിട്ട് നമ്മളുടെ ക്ഷീണം മാറ്റാനുള്ള എക്സസൈസ് ആട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ 21 കിലോമീറ്ററിന്റെ എക്സസൈസ് ആട്ടോ നടന്നുകൊണ്ടിരിക്കണേ. നമുക്കുള്ള മെഡലുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓടാൻ എക്സസൈസ്, ഓടിക്കഴിഞ്ഞ് വന്നാലുള്ള എക്സസൈസ് ഒക്കെ കേട്ടോ. ട്രോഫികളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അമ്മക്ക് എല്ലാവർക്കും ഇല്ല, കുഞ്ഞു മക്കൾക്കുള്ള മൊമെന്റുകളും പിന്നെ നമ്മൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർക്കുള്ള മൊമെന്റുകളൊക്കെ ഉണ്ടോ അത്. അപ്പൊ നിങ്ങളെല്ലാവരും മാരത്തോണിലൊന്ന് പങ്കെടുക്കണം കേട്ടോ. എടുക്കാത്തവരെ ഈ മാരത്തോണിൽ പങ്കെടുക്കാത്ത എല്ലാവരും ഒന്ന് പങ്കെടുക്കണ്ടോ. എന്നിട്ട് ഇവിടുത്തെ എനർജി, പോസിറ്റീവ് എനർജി എങ്ങനെയാന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടോ എല്ലാവരും. ഞാനും മോളിതാ അങ്ങനെ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല എക്സസൈസ് നടന്നുകൊണ്ടിരിക്കണ്ടോ ഇവിടെ. ഇനി നമ്മളുടെ ബാച്ചിനാട്ടോ എക്സസൈസ് നടക്കണേ.
മോൾക്ക് നല്ല എനർജി കേട്ടോ. മോൾക്ക് ഇങ്ങനെ എക്സസൈസും ഡാൻസും ഒക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് നല്ല എനർജി ആയിട്ട് അവള് കളിക്കൂട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും മെഡലൊക്കെ വാങ്ങി, 3 ആൾ മെഡലൊക്കെ വേണ്ട. അങ്ങനെയുണ്ട് നമ്മളെ ഫുഡ് ബ്ലോഗർ അനീനെ കാണുന്നത്. അപ്പോൾ അനീൻ്റെ കൂടെ ഞങ്ങൾ ഇതാ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അനിതാ ഞങ്ങളുടെ കൂടെ വീഡിയോസിനൊക്കെ പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പം നമ്മളിത് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇതൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇതാ പൊറോട്ടൊക്കെ ലൈവായിട്ടാട്ടോ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓടി വന്ന നല്ല ക്ഷീണം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ചൂട് ചായ എടുത്ത് കഴിക്കാം കേട്ടോ ചെയ്യണം. ഇനി നമ്മളിത് ഫുഡിലെ പ്ലേറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ എല്ലാവരും. അപ്പം ഞങ്ങളെല്ലാവരും ഇതാ പ്ലേറ്റൊക്കെ പിടിച്ചോടെ നിൽക്കട്ടോ. അതാ മോളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാനുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല പൊറോട്ട ഉണ്ട്, നൂലപ്പം, വെള്ളപ്പം, ചിക്കൻ ഇസ്റ്റു ആണ് കേട്ടോ. ഇസ്റ്റു ആണോ കുറുമയാണോന്ന് അറിയില്ല കേട്ടോ. കുറുമയാണോന്നാണ് കേട്ടോ തോന്നുന്നത്. നമ്മൾ കഴിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുന്ന് പിന്നെ ഗ്രൗണ്ടിലൂടെ ഇരുന്ന് കഴിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇനി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കലും ചായയൊക്കെ കുടിക്കലും കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ ഈ കുട്ടികളുടെ അടുത്ത് ഈ പ്ലേറ്റ് എടുക്കണ കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ചിട്ടോ. ഓരെവിടുന്നാണ് വന്നത് എന്നൊക്കെ സംസാരിക്കാം കേട്ടോ ഞങ്ങൾ. അപ്പോൾ അത് മോളുടെ മൊമെൻ്റ് ആണ് കേട്ടോ അത്. ഇതാ ഞങ്ങളുടെ മെഡലൊക്കെയാണത്. ഹസ്ബൻഡിൻ്റെ മെഡലാണ് കേട്ടോ അത്. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.